ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്ന മലപ്പുറത്താണ്. എനിക്കൊപ്പം നമ്മുടെ മലപ്പുറം മണ്ഡലത്തിലെ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം. ആദ്യം അബ്ദുറഹ്മാൻ അതാണ്, ഈ ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ അങ്ങനെ ഞാനിന്ന് കാണാനിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ സന്തോഷം. അപ്പോൾ എങ്ങനെയുണ്ട് മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് ചൂട്? മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് ചൂട് വളരെ മൂർധന്യാവസ്ഥയിലാണ്. നല്ല നിലയിൽ തന്നെ നേരത്തെ തന്നെ ഞങ്ങളുടെ പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കേന്ദ്രങ്ങളൊക്കെ ശക്തമാണ്. പതിവിൽ നിന്ന് വിപരീതമായി ഇത്തവണ ജില്ലയിലെ മുഴുവൻ സീറ്റുകളും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിടിച്ചെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മുന്നിലാണ്. പ്രചാരണത്തിൽ മാത്രമല്ല, താഴെ തട്ടിലുള്ള പ്രവർത്തനത്തിൽ വരെ ഞങ്ങൾ ഏറെ മുന്നിലാണ്. മറ്റാരേക്കാളും വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. മുമ്പ് ഇന്നത്തേക്കാളും വലിയൊരു വിജയം മലപ്പുറത്തുണ്ടാകും എന്നൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിൽ കിടന്നൊരു ആത്മവിശ്വാസം ആവുമോ ഇത്? അല്ല, ഒരിക്കലുമില്ല. ഈ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? UDF വളരെ മുന്നിലാണ് എന്നങ്ങ് പറയും. അല്ല, ഞങ്ങൾ പറയാൻ കാരണം ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സാണ്. ഒന്ന്, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ ജനരോഷമുണ്ട്. അല്ല, എന്തുകൊണ്ട് UDF വോട്ട് ചെയ്യണം എന്നൊരു സംവിധായകൻ ചോദിച്ചാൽ അങ്ങനത്തെ പറയും? അല്ല, തീർച്ചയായും കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന കഴിഞ്ഞ കാലങ്ങളിലുള്ള ഈ അടുത്ത കാലത്തായി കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങളൊക്കെ മലപ്പുറത്തുകാർ അങ്ങനെയാണ് വീക്ഷിക്കുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കേരളം കാത്തു സൂക്ഷിക്കേണ്ട മതസൗഹാർദ്ദത്തിൻ്റെ മതേതരത്വത്തിൻ്റെ നന്മ പോലും ഈ ജില്ലയിൽ നശിപ്പിക്കാൻ വേണ്ടി ചിലർ മുന്നോട്ട് വന്നപ്പോൾ അവർക്കൊക്കെ അനുകൂലമായ സമീപനം CPM പോലെയുള്ള ഒരു കക്ഷി എടുത്തു എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ മുറിവായി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നാട് അഭിമുഖീകരിക്കുന്ന ഒരുപാട് ഗുരുതരമായ വിഷയങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണിത്. ആ ചെറുപ്പക്കാർ ഒരു വലിയ പ്രയാസത്തിലാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക് വേണ്ടതായുള്ള യുവാക്കൾക്ക് ആവശ്യമായ പദ്ധതികളോ പരിപാടികളോ ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനപ്പുറം നമ്മൾ പരസ്പരം കോലാഹലങ്ങളും അതോടൊപ്പം തന്നെ മറ്റുള്ള വ്യക്തിപരമായ വിദ്വേഷങ്ങളും ഏതെങ്കിലും വിദ്വേഷം പുലർത്തുന്ന പദപ്രയോഗങ്ങളും അത്തരത്തിലൂടെ രാഷ്ട്രീയ രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വർത്തമാനകാലത്തെ പുതിയ തലമുറ അംഗീകരിക്കുന്നില്ല. വിദ്യാഭ്യാസ രംഗത്ത് നല്ല ഉന്നത വിദ്യാഭ്യാസം നേടി ഞങ്ങൾക്ക് ലക്ഷ്യം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിയണം. അവർക്ക് തൊഴിൽ മേഖലയിൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിയണം. ആരോഗ്യരംഗത്ത് പുതിയ സമീപനങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഒരു നാടിന് അനിവാര്യമായ ഇടപെടലുകളുടെ നല്ല പോരായ്മ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതിനെതിരെ ഇവിടുത്തെ യുവാക്കളുടെ, പുതിയ തലമുറയുടെ ഒരു വിധിയെഴുത്തുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? അല്ല, ഞങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നല്ല ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണ്. ആ ഉൾപാർട്ടി ജനാധിപത്യത്തിനകത്ത് നിന്നുകൊണ്ട് എന്ത് കാര്യങ്ങളും പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഞാൻ ഇത്തവണ പ്രതികരിച്ചത് ഒരു സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി എന്നുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ് എൻ്റെ പാർട്ടി എന്നോട് പറഞ്ഞു. അതോടുകൂടി അതൊരു അടഞ്ഞ അധ്യായമായി മാറുകയും ചെയ്തു. ഇനി ഇത് പൊക്കി എടുക്കേണ്ട കാര്യമില്ല? ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങ് അതിശക്തമായി അങ്ങ് പ്രവർത്തനത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും. ഞാൻ അന്നും ഇന്നും പാർട്ടിയോട് വിയോജിപ്പുള്ള ഒരാളല്ല. ഞങ്ങളൊക്കെ ജീവിതത്തിൽ മുഴുവൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഐഡിയോളജിയിലൂടെ കടന്നു വന്നവരാണ്. ഇനി അത് തന്നെ നിലനിർത്തണമെന്നാണ് എല്ലാ കാലഘട്ടത്തിലും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത്തരമൊരു വിഷയവുമായി ഒരിക്കലും തന്നെ ഒരു നിലപാടുകളുടെ മാറ്റം ഒരിക്കലും ഉണ്ടാകുന്ന വിഷയമേ ഇല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.